സരിത കൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. പെപ്പിലിയോ ബുദ്ധയില് തുടങ്ങി ആക്ട് ചെയ്യണതാണ്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടി ജനപ്രിയമായത്. വെൽക്കം സരിത. Thank you so much for inviting me. സരിതയെ കുറിച്ച് ഞങ്ങൾ കുറച്ച് നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സരിത വി ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ലോങ്. എനിക്ക് തോന്നുന്നു പെപ്പിലിയോ ബുദ്ധ തുടങ്ങി ഞാൻ ഒരുപക്ഷെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവും ആ സമയത്ത്. താമര കണ്ടല്ലോ അതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഇപ്പോഴും ആ ഫീൽ ഒരു ഹൈയിൽ നിൽക്കായിരിക്കും. ഇപ്പോഴും ആളുകൾ ഫീഡ്ബാക്ക് ഒക്കെ തരുന്നുണ്ടാവും. ഇഫ് യു കുഡ് റീകോൾ സം ഓഫ് ദി ഗുഡ് ഫീഡ്ബാക്ക്. ആണ് ഭയങ്കര രസമായിട്ട് ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത് ബേസിക്കലി പറഞ്ഞാല്. ബിക്കോസ് ഇത്രയും ഒരു മാസ് ഓഡിയൻസിന് മുമ്പിൽ വന്ന് ഒരു ക്യാരക്ടർ അത് ഭയങ്കര മാസായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് ആൾക്കാര് എന്താ പറയാ, എന്നെ കണ്ട് ആക്ച്വലി റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും കോമഡി. ബിക്കോസ് തിയേറ്ററിൽ നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തിയേറ്ററിന്റെ പുറത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യും ആൾക്കാരുടെ റെസ്പോൺസ് എന്താണ്. ഈ നമ്മൾ ഉള്ളിലും കേൾക്കുന്നുണ്ട്, ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് തിയേറ്ററിന് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാ ആക്ടേഴ്സും ഇങ്ങനെ നിൽക്കും. ബാക്കി എല്ലാവരുടെ അടുത്ത് ആൾക്കാർ ഷേക്ക് ഹാൻഡ് എടുക്കുന്നു, ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവർ കുറച്ച് ദൂരം പോയിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് അവര് ഇങ്ങനെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് അടുത്ത് വന്ന് ചോദിക്കുന്നത്, നിങ്ങളാണോ അമ്മായി എന്ന്. സോ ഐ ജസ്റ്റ് ഫീൽ സോ ഹാപ്പി അറ്റ് ദാറ്റ് മൊമെന്റ്. ബിക്കോസ് എനിക്ക് അവിടെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നത്. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു റെക്കഗ്നൈസ് മീ ഒരു ഫസ്റ്റ് മൊമെന്റില്. ബിക്കോസ് ഒരു ആക്ടറും ഒരു ആസ് എ പേഴ്സണും തമ്മിലൊരു രണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു എന്റെ ഫീച്ചേഴ്സോ എന്റെ മേക്ക് ഓവേഴ്സ് ഒക്കെ എനിക്ക് ഉണ്ടാക്കിയൊരു ഏറ്റവും പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് ഇനിയും കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിങ് ആണ് എനിക്ക് ഇതിൽ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. ഈ സിനിമയിൽ തന്നെ ആദ്യം ഇങ്ങനെ വരുന്നു, ഉണ്ണിയളിയൻ വരുന്നു, വിനീത് ഗംഭീരായി തകർത്ത് പോകുന്നു. പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് വരുന്നത് ആ നിലയ്ക്കാണ്. പിന്നെയാണ് ഈ മദർ-ഇൻ-ലോ ക്യാരക്ടർ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സംഭവം. സോ നാച്ചുറലി ആളുകള് ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന ആ ഒരു പ്രോഗ്രഷനിലേക്ക് പോകുന്ന ഒരു രസമുണ്ട്. ഇറ്റ്സ് ലൈക്ക് യുനോ ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മൂവ് ആണ്. സോ ദാറ്റ്സ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഈ ഒരു ഇതിന്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു മനു. ചെയ്തു, അതിന്റെ ഷിജു താഴെ പോയി വന്നപ്പോ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തത്ര മാറ്റം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇത് സ്വയം കൺവിൻസിങ് ആക്കിയ മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഇറ്റ് വാസ് എ ക്വൈറ്റ് ഡിഫിക്കൽട്ട് തിങ് ഫോർ മീ. ബിക്കോസ് ഒട്ടും എനിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ടൈമിലേക്ക് കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ലൊക്കേഷന്റെ അടുത്ത് എത്തുന്നത്. ഐ മീൻ ഫസ്റ്റ് ഡേ ഓഫ് ദ ഷൂട്ടിലേക്ക് എത്തുന്നത്. സോ ടിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ ഐ വാസ് നോട്ട് അറ്റ് ഓൾ കൺവിൻസ്ഡ് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ, ഇതെനിക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ടെൻഷൻ ആയിരുന്നു ആക്ച്വലി. ബിക്കോസ് ഒരു മേക്കപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ഫുൾ വൈറ്റ് ആക്കി മുടി വൈറ്റ് ആക്കിയതിനെ കൊണ്ട് ഒരാൾക്ക് പ്രായം ഫീൽ ചെയ്യണമെന്നില്ല. ബേസിക്കലി ഒരു ആക്ടറിന്റെ എന്താ പറയാ, അത് കുറെ കൂടെ മേജ് ആവണം. ഈ മേക്കപ്പും ബോഡിയും നമ്മൾ ആക്ടിങ്ങും നമ്മൾ എല്ലാം കൂടെ ഒന്ന് സിങ്ക് ആയി മാത്രമേ ഇത് ഓക്കെ, കോസ്റ്റ്യൂമും എല്ലാം കൂടെ സിങ്ക് ആയി ആ ഒരു വിഷ്വലി ആൾക്കാർക്ക് ബോറടിക്കാത്ത പോലെ ചെയ്യുമ്പോൾ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. സോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ള ഡയറക്ടറും ഞാനും കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. അത് നോബഡി വാസ് കൺവിൻസ്ഡ് വിത്ത് ദാറ്റ്. ഐ മീൻ നോബഡി മീൻസ് ഞാനും ഡയറക്ടർ വാസ് നോട്ട് കൺവിൻസ്ഡ് വിത്ത് മൈ ലുക്ക് ആൻഡ് തിങ്സ്. ആൻഡ് ജസ്റ്റ് അതിന്റെ തലേന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഡ്യൂസർ ചേട്ടൻ ഇസ് വെരി ഫ്രണ്ട്ലി. സോ വി വർ ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. സോ ഐ വാസ് ഇൻ ദിസ് ലുക്ക്, ഒരു വൈറ്റ് ഷർട്ട് ഒക്കെ ആയിട്ട് ഭയങ്കര നോർമൽ ലുക്കിലാണ്. സോ ഈ ആസ്ക് മീ ആക്ച്വലി ടു നോ അബൌട്ട് മച്ച് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്. സോ ആള് ചോദിച്ചു സരിത എന്താ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതിലെ അൽത്താഫിന്റെ അമ്മേന്റെ ക്യാരക്ടറാണ്. ഓ മൈ ഗോഡ്, ആള് ഒറ്റയടി പറഞ്ഞത് ഇറ്റ്സ് എ വെരി ഐ മീൻ റോങ് കാസ്റ്റിംഗ് റോങ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കളഞ്ഞ ആള്. വി വർ ഫ്രണ്ട്സ്, സോ ദെർ വാസ് സ്പേസ് ടു സേ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. ഞാൻ ഭയങ്കര അഹങ്കാരത്തോടൊക്കെ പറഞ്ഞു നാളെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡിക്കൊക്കെ പറഞ്ഞു. ദോ സ്റ്റിൽ ഞാൻ ടെൻഷനിലായിരുന്നു. ഇത് കണ്ട് ചേട്ടൻ എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല ആക്ച്വലി. ഞാൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവിടെ ഇരുന്ന സമയത്ത് ഹി കുഡന്റ് റെക്കഗ്നൈസ് മീ. എന്നെ ക്ലോസ് വന്നു ഹായ് എന്ന് പറഞ്ഞപ്പോ ആളിങ്ങനെ 2 സെക്കൻഡ് സൈലന്റ് ആയിട്ട് എന്നോട് പറഞ്ഞു മൈ ഗോഡ് ഇത്രയും ചേഞ്ചോ.
I was so wrong about what I said in something. So that was like really happy moments ആയിരുന്നു. അപ്പൊ ഒക്കെ കുറെ കൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കി. ഇത്ര അവിടെ ഇരുന്ന ആൾക്കാര് എന്നെ കണ്ട് അവർക്കും മനസ്സിലായി. ആക്ച്വലി യുനോ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാല് ഇതിലൊരു ടെക്നീഷ്യൻ ഉണ്ട്. ഷി വാസ് ദയർ ഫോർ ഹോൾ പ്രോസസ്. ഒരു ആക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന ഒരാളാണ്. അപ്പം ഒരു ഐ തിങ്ക് ഒരു 10, 15, 20 days ഒക്കെ കഴിഞ്ഞു ഷൂട്ടിന്റെ. നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു ചെറിയ ഫ്രോക്ക് ഇട്ടിട്ടായിരിക്കും ഞാൻ ചിലപ്പോ വരുന്നത് അവിടെ ഇരിക്കുന്നത്. അപ്പം ആള് എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ചു എന്താന്ന് വെച്ചാൽ അത് ആരാന്ന് ചോദിക്കുന്നത്. അപ്പം ചേച്ചി സരിതേച്ചി, ആ ചേച്ചി അതാര്, അല്ല അതിൽ അമ്മയായിട്ട് അഭിനയിച്ചപ്പോ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് കോമഡി തോന്നിയത് ഇത്രയും ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ദാറ്റ് വാസ് ലൈക്ക് വെരി ഹാപ്പി മൊമെന്റ്സ് ഫോർ മീ. അതാണ് ഏറ്റവും ഹാപ്പി തിങ് അപ്പോ മന്ദാഗ്നി എനിക്ക് എന്റെ ലുക്സിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം. അത് ഏത് സീനായിരുന്നു? സിനിമയിലെ ആദ്യം എടുത്ത സീൻ ഏതായിരുന്നു? ആദ്യം എടുത്ത കല്യാണ സീൻസ് ആണ്. ആക്ച്വലി കല്യാണത്തിൽ ആ വിളക്ക് കൊണ്ട് കൊടുക്കുന്നതും നമ്മളെ ഭയങ്കര എനിക്ക് ഇതിന്റെ ഒരു പ്രോസസ്സിൽ ഏറ്റവും വലിയൊരു ഗുണമുണ്ടായ കാര്യം എന്നൊക്കെയാണ് നമ്മളെ ആക്ടേഴ്സിന് എല്ലാവർക്കും ഈസി ഉണ്ടായി. ഭയങ്കര ഈസിനെസ് ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാൻ. ബിക്കോസ് പുതിയ എല്ലാവരും പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പൊ അവിടെ വന്ന് കല്യാണ സീനിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി, എല്ലാവരും അത് ചെയ്ത് ഇത് ചെയ്ത് വിളക്കെടുക്കും. അത് അപ്പൊ എല്ലാവരും തമ്മിലൊരു റാപ്പും ഉണ്ടായി. ആദ്യം തന്നെ ഡയലോഗിലേക്ക് എല്ലാ സീൻസ് പോയിട്ടുള്ളത്. സോ ആ ഒരു പാട്ട് സീൻ എടുത്തു കഴിഞ്ഞ് ആ ഒരു ഓളം കഴിഞ്ഞ് മെല്ലെ മെല്ലെ ഗ്രാജുവലി അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക്, അതിന്റെ ഡയലോഗ് പോർഷൻസിലേക്ക്, അതിന്റെ കോമഡി ആയിട്ടുള്ള ആദ്യത്തെ സെക്ഷനിലേക്ക് പോയി, പിന്നെ സീരിയസ് ആയ സെക്ഷനിലേക്ക് വന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടായത് ഈ ഇതിന്റെ. സോ ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാത്ത കുറെ ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെ അവർക്കും ഈ ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടർ എന്താണ്, അടുത്ത ക്യാരക്ടർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ടൈമും കൂടെ ഉള്ള ഒരു സമയമായിരുന്നു. കുറെ ഫണ്ണി ആയിട്ട് കുറെ ഇംപ്രവൈസേഷൻസ് ഉണ്ട് ഈ കോമഡി എലമെന്റ്സ് വരുമ്പോ. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി റിട്ടൺ തിങ്സ്. സോ ഇംപ്രവൈസേഷൻ വരുമ്പോ ആക്ടേഴ്സിന് ഒരു ഭയങ്കര രസം ഉണ്ടായിരുന്നു, വർക്ക് ചെയ്യാനും. നമ്മൾ പോലും ഈ പറയുന്ന ഉണ്ണിയാളി എന്ന് പറയുന്ന വിനീത് തട്ടിലിന്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് അശ്വതി. ഭയങ്കര ഓർഗാനിക് ആയിട്ടും പിന്നെ അവര് ഒരുപാട് വേറെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. കോമഡിയാണ് അവരും ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര രസമായിട്ടുള്ള കുറെ ഇൻപുട്സും കുഞ്ഞു കുഞ്ഞു എലമെന്റ്സ് ആണ് പോലും. It was very helpful for other actors also to get involved into this film. Yeah. അശ്വതി കുറെ അധികം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു അനുസരണയുള്ള ഒരു മകൾ എന്ന് ആ ഒരു സംഭവം അതെനിക്ക് നല്ല രസമായിട്ട് തോന്നിയിരുന്നു. ഐ മീൻ ആ ലുക്സ് കൊടുക്കുന്നതും നിങ്ങൾ പരസ്പരം അത് ചെയ്യുന്നതും ഇതിനൊരു പേടിപ്പിക്കുന്ന രീതിയിൽ ഐ മീൻ ആ പവർ ഇത് കാണിക്കുന്നതിന്റെ ഒക്കെ ഒരു നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും. അതെ, ഭയങ്കര രസമായിരുന്നു. അവരോടൊക്കെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തതാണ് അശ്വതി. ഇപ്പം ബിക്കോസ് അവർ മോർ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്ക് ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലും there was a gap. ഒരുപാട് ടെക്നിക്കലി എനിക്ക് തോന്നുന്നു ആൾക്കാർ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് ടെക്നിക്കൽ നോളജ് കൂടെ കിട്ടുന്നത്. അപ്പൊ അതിൽ കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ് ഈ അശ്വതി എന്ന് പറയുന്ന ആക്ട്രസ്. സോ ഷീ യൂസ് ടു ഗിവ് മി ലിറ്റിൽ ബിറ്റ് ചെറിയ ചെറിയ ടിപ്സ്. ഇങ്ങനെ ചെയ്ത് നോക്ക്. അതുപോലെ ബബിത എന്ന് പറഞ്ഞ എന്റെ അനിയത്തിന്റെ മോള് എന്ന് പറയുന്ന ക്യാരക്ടർ ബബിത, ആ വണ്ടിയിലുള്ള കുട്ടി, അവളും ഇതുപോലെ കുറെ ചെറിയ ചെറിയ ടിപ്സ് എനിക്ക് ഇങ്ങനെ ഹെൽപ്പ്, ചേച്ചി ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, അങ്ങനെ ചെയ്ത് നോക്കി, ഇങ്ങനെ പറഞ്ഞു നോക്ക് എന്ന് പറയും. ഓൾ ടുഗെദർ ഭയങ്കര രസമുള്ളൊരു നമ്മളൊരു ഗേൾസിന്റെ ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ് ആയിരുന്നു ഏറ്റവും അധികം നമ്മളൊരു റാപ്പോ കൂടുതൽ സ്ട്രോങ് ആക്കിയത് ആ ഗേൾ ഗ്യാങ്സ് ആയിരുന്നു. അത് പറയുമ്പോ ഈ ആ ഒരു ജീപ്പിലെ സീൻ അത് തന്നെ കുറച്ചുണ്ടല്ലോ. കാരണം ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടും ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ലൈക്ക് യു ആർ വെയറിംഗ് സാരി, ഇറ്റ് വാസ് നോട്ട് എ കംഫർട്ടബിൾ ഡ്രസ്. അത് ഷിജു പറഞ്ഞു ലൈക്ക് many days you have been wearing all of you have been wearing like sari and so how was it working like that? It was very difficult actually for me, basically എന്താ വെച്ചാല് ഈ വണ്ടി സീൻ എന്ന് പറയുന്നത് ഈ ട്രക്കർ, ഇതിന് എന്താണ് നമ്മളെ നാട്ടിലൊക്കെ ട്രക്കർ എന്നാ പറയാ, ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഓടിക്കുന്ന വണ്ടി ട്രക്കർ എന്നാണ് അവിടെ പറയാം. അപ്പൊ ഈ ട്രക്കർ എന്ന് പറഞ്ഞാൽ പഴയതാണ്. സോ നമ്മൾ യൂഷ്വലി ഇപ്പൊ കാറൊക്കെ എടുക്കുന്നപ്പോ ഫെദർ ടച്ച് ആണ്, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി ഗിയർ മാറ്റാനും. ഇതെന്നൊക്കെ ട്രക്കറിലേക്ക് എത്തുമ്പോ ഇപ്പൊ സോ ഹാർഡ്. നമുക്കൊരു ലോറി ഓടിക്കുന്ന ഫീലാണ് ബേസിക്കലി. പിന്നെ സ്ത്രീകളായതുകൊണ്ട് ഒരു പവർ, ആണുങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ചിലപ്പോ ആ ഒരു പവർ യൂസ് ചെയ്യാൻ. നമുക്ക് കുറച്ചുകൂടെ ഒന്നും കൂടെ പ്രഷർ യൂസ് ചെയ്യണം. വണ്ടി ഓടിക്കണം, രണ്ട് സൈഡില് ക്യാമറ, ഹെവി ക്യാമറാസ് റിഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ 5-6 പേര് ആക്ടേഴ്സ്, 5 പേര് ബാക്കിൽ ഡിക്കിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ അസോസിയേറ്റ്സ് ഒളിഞ്ഞിരുന്ന് സ്ക്രിപ്റ്റും വീഡിയോ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും അങ്ങനെ പറയുന്നൊക്കെ. റണ്ണിങ്ങിലാണ് പല ഷോട്ടുകളും എടുക്കുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യില്ല.
അപ്പം ബിക്കോസ് ഈ റിഗ് ഉണ്ടായിരുന്നത് ക്രൗഡ് ഉണ്ട്, പുറത്തേക്കൂടെ മെയിൻ റോഡിലേക്കൂടെ ഓടിക്കുന്നത്. സോ ഇറ്റ് ഹോൾ ടോട്ടൽ വാസ് വെരി ഡിഫിക്കൾട്ട്. ഇതൊന്നും പോരാത്തോണ്ട് ഒരു 5-6 ഡയലോഗ് ഒരു ദാറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്. ആൻഡ് സാരി ഇട്ടിട്ട് ഞാൻ നോട്ട് യൂസ് ടു വിത്ത് സാരി സ്റ്റഫ്. അപ്പം ഇതിങ്ങനെ നമ്മൾ പല സ്ഥലത്ത് ഇപ്പൊ പല ഷോട്ടിൽ ചില സ്ഥലത്ത് നിർത്തേണ്ടി ഒന്ന് ഇറങ്ങി കയറി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഇറ്റ് വാസ് ലൈക്ക്. ബട്ട് താങ്ക്ഫുള്ളി ഇറ്റ് വാസ് ഓൾ ലൈക്ക് നൈറ്റ് ഷൂട്ട് ആയോണ്ട് ചൂടും വേർപ്പും അത് മാത്രം ഉണ്ടായില്ല. നമ്മള് കുറെ കൂടെ ഹാപ്പി ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് ഇൻ ടോട്ടൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്, ബട്ട് വി ഹാഡ് ഗ്രേറ്റ് ഫൺ വിത്ത് ഗ്രേറ്റ് ടീം. അതുകൊണ്ടാണ് അത് അത്ര ഫണ്ണായി, അത് ടെൻഷൻ ഇല്ലാതെ പോയത്. ജൂഡിന്റെ ഒരു സീൻ ഉണ്ട്. ഓഫ് കോഴ്സ് അതിന്റെ 5-6 ഡയറക്ടേഴ്സ് അതെ അഭിനയിക്കുന്നവര്. Yeah. ജൂഡിന്റെ സീൻ ഇറ്റ് വാസ് റിയലി ഫൺ, ലൈക്ക് ഹീസ് എ സ്റ്റുഡന്റ് ഓഫ് യു. അപ്പോ ആ സീൻ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം? It was very cool. I thought ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും, ആരൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളാണെന്നൊക്കെ. പക്ഷെ ഇറ്റ് വാസ് വെരി കൂൾ. ഐ തിങ്ക് ഞാൻ അവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞ് പെർഫോമൻസ് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സിനിമയില് ഏറ്റവും ടെൻഷൻ ഇല്ലാതെ എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു സീനാണ് അത് ആക്ച്വലി. അപ്പം ഹി വാസ് വെരി കോപ്പറേറ്റീവ്. ബിക്കോസ് തെറ്റുമല്ലോ, കുറെയൊക്കെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും. എന്റെ ഭാഗത്തും ഡയലോഗ് വൈസ് ചിലപ്പോൾ തെറ്റിന്നൊക്കെ വരും. അപ്പം ഐ ജസ്റ്റ് സെഡ് ഹിം സോറി ട്ടോ, എനിക്ക് കുറച്ചൊന്ന് സമയം വേണം. ഡോണ്ട് വറി, കൂളായിട്ട് ചെയ്. ദാറ്റ് just few words, because they are more experienced people. They have taken so many films. I mean, they have done so much of work. എന്നിട്ട് അവര് the kind of support ഇതാണ്. ഇതുപോലത്തെ ഒരു 1-2 വാക്കുകളായിരിക്കും ഒരു ആക്ടറിനെ ചിലപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി കുറെ കൂടെ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി തരുന്നത്. സോ ഇറ്റ് വാസ് വെരി ഗുഡ്, കാം, പീസ്ഫുൾ ആയിരുന്നു. ഷിജും പറഞ്ഞിരുന്നു ആക്ടേഴ്സിന്റെ പെർഫോമേഴ്സിന്റെ ഔട്ട്പുട്ട് ബെസ്റ്റ് ആയിട്ട് എടുക്കാന്നുള്ളതിന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു. ബിക്കോസ് ഈ ഹിംസെൽഫ് ലൈക്ക് അത് കഥാകാരനാണ്, സിനിമാറ്റോഗ്രാഫർ ആണ്, അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ദർ ഇസ് എ ഡയറക്ടർ മെറ്റീരിയൽ ഇൻ ഹിം. ഞാൻ പുള്ളിയുടെ അടുത്ത് തന്നെ പറഞ്ഞു. ആൻഡ് ദ വേ ഇൻ വിച്ച് ഹി വാസ് എക്സ്പ്ലെയിൻ ഭയങ്കര സിൻസിയർ ആയിട്ട്, എന്താ പറയാ, ഉള്ളിന്ന് തട്ടി വന്നു. അത് ഈ ഗുരുവായൂർ തൃശ്ശൂർ ഭാഷയുടെ ഒരു സംഭവം കൂടി ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സിൻസിയർ ആയിട്ട് തോന്നും. അതിന്റെ അപ്പുറത്ത് ഹീ സിൻസിയർ, അത് അത്രയും ഇതായിട്ട് പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, നോക്കൂ ഇങ്ങനെ പ്രവീൺ എഴുതി, അതിന്റെ തൊട്ട് പുറകെ അഞ്ജലി മേനോൻ പറഞ്ഞു സ്ത്രീ സാന്നിധ്യത്തിനെ കുറിച്ച്. അപ്പൊ ഉടനെ നിങ്ങളൊരു മറുപടി ആയിട്ട് ഇതാ മന്ദാകിനി ഇതാ പിടിച്ചോൾ പറഞ്ഞിട്ട് തന്നു. അപ്പൊ പുള്ളി വളരെ സത്യസന്ധമായിട്ട് പറയാണ്, അല്ല നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണേ, അമ്മയായാലും സിസ്റ്റേഴ്സ് ആണെങ്കിലും വൈഫിനാണെങ്കിലും ആ ഒരു രീതിയിലാണ്. സോ ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ്? അത് കറക്റ്റ് ആണ്. അവര് മേ ബി നമ്മൾ ആർട്ട് എന്ന് പറയുന്ന ഒരു ഫോം മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് പേഴ്സണലി നമ്മള് ഒരു ആർട്ടിസ്റ്റിന്റെ എക്സ്പ്രഷൻ ആണ്. റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു നമ്മളെ തോട്ട് പ്രോസസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിന്റെ ഒരു എലമെന്റ് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരു എലമെന്റ്, കോർ എലമെന്റ് എന്ന് പറയുന്നത് നമ്മള് ഒരു തോട്ട് പ്രോസസ്സും നമ്മളൊരു പൊളിറ്റിക്സോ ഐ മീൻ വാട്ട് എവർ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സാധനം ആയിരിക്കും നമ്മളൊരു റൈറ്റിംഗ് പ്രോസസ്സിൽ വരുന്നത്. സോ ഇവരൊക്കെ തന്നെ, ഈ ഡയറക്ടർ ആയാലും ക്യാമറമാൻ ആയാലും, ഐ തിങ്ക് ദേ ലവ് ദെയർ മദേഴ്സ് ലോട്ട്. അവരെ അമ്മമാരത്തിൽ അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവര് ഷിജുവിന്റെ അമ്മ അച്ഛനൊക്കെ വന്ന സമയത്ത് ഐ ഫെൽ ഹർ മദർ ഇസ് വെരി സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ് ഇതായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ വിനോദിന്റെ പേരിൽ തന്നെ ഉണ്ട് ലീല, അമ്മേന്റെ പേര്. സോ അത് തന്നെ നമുക്ക് ക്ലിയർ ആണ് എന്താണ് എന്നുള്ള കാര്യം. ആൻഡ് ഈ ക്യാരക്ടർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്താണ് ഈ ക്യാരക്ടറിന്റെ ഒരു ഈ അമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ഗ്രോത്തും ഹൈപ്പും ഒക്കെ വരുന്നത്. ആൻഡ് അത് സ്ഥിരം കാണുന്ന ഒരു, ഇപ്പം പറയണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ വേറെ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫൈറ്റും ഇതൊക്കെ ഉള്ളത്, ഇപ്പം ജയ പോലത്തെ. പക്ഷെ ഇവിടെ എവിടെയാണ് അതിനകത്ത് ഇത് ഡിഫറെന്റ് ആവുന്ന വെച്ചാൽ ഈ ഏജ് ഗ്രൂപ്പിലില്ലേ, ഈ ഏജ് ഗ്രൂപ്പിലുള്ളൊരു സ്ത്രീ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തടത്താണ്. എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾക്ക് ഒരു മദർ കോൺസെപ്റ്റിൽ വേറെ തന്നെയാണ് നമ്മൾ മദർ കോൺസെപ്റ്റിൽ ഇത്രയും കാലം സിനിമകൾ കണ്ടിട്ടായാലും നമ്മൾ മൊത്തത്തിലുള്ളത് ഭയങ്കര പാവം, ഭയങ്കര വീക്കായിട്ടാണ് എന്നും മദറിനെ കാണിച്ചിട്ടുള്ളത്. സോ അതിനൊക്കെ മാറി ഫിസിക്കലി മെന്റലി ദേ ആർ വെരി സ്ട്രോങ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്കാണ് ഈ ക്യാരക്ടർ വന്ന് പ്ലേസ് ചെയ്തിട്ട്. ഷിജു ആയാലും ഡയറക്ടർ വിനോദ് ആയാലും ഇവർ രണ്ടുപേരും ഭയങ്കര പേഷ്യൻസ് ആയിരുന്നു. ഐ മീൻ ഷൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റ് ഷൂട്ടാ. ഏകദേശം
ഷൂട്ട് നമ്മൾ ഒരു ദിവസത്തെ ഷൂട്ട് ചെയ്യുമ്പോ ഏകദേശം നമുക്ക് പ്രാന്താവുന്ന അവസ്ഥകളിലേക്ക് കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മളെ മൈൻഡും എല്ലാം ബാലൻസ് ഒക്കെ പോയി. ഒരു ഡേ നൈറ്റ് റുട്ടീൻ പോയിട്ട് നൈറ്റ് ഉറങ്ങേണ്ട സമയം മാത്രം ഷൂട്ടിംഗ് ആകുമ്പോൾ ബട്ട് അവര് കാണിച്ചൊരു പേഷ്യൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ടേക്കുകൾ ഇങ്ങനെ ചിലപ്പോൾ മിസ്റ്റേക്സ് കൊണ്ട് മാറി മാറി 8 ടേക്ക് 10 ടേക്ക് ഒക്കെ പോകുമ്പോ ദ കൈൻഡ് ഓഫ് പേഷ്യൻസ് ദേ ഹാഡ്. ഓക്കെ, നോ പ്രോബ്ലം ചേച്ചി, ഒന്നും കൂടെ പോവാം, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ആ ഒരു കംഫർട്ട് തന്നുകൊണ്ടാണ് ഈ വർക്കിനെ കുറെ കൂടെ നന്നാക്കാൻ പറ്റിയിട്ടുള്ള ആക്ടർ. എനിക്ക് കുറെ കൂടെ ഹെൽപ്പിംഗ് ആയിരുന്നു. അവർ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങള്. പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ലൈക്ക് അതിപ്പോ ആരാണെങ്കിലും ഏത് റിലേഷൻ ആയാലും ഫ്രണ്ട് ആയാലും ഐ എം ദയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ദാറ്റ്സ് വാട്ട് യു ആർ ഷോയിങ് ഈവൻ ദോ യു ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട്, അല്ലെ? ആ ഒരു അമ്മ ഞാനുണ്ട്, ഐ ടേക്ക് കെയർ, അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയുന്ന ഒരു 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 ഈ പറഞ്ഞ ധീരത അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. സോ അതും ഒരു ഇൻസ്പയറിംഗ് ആണ്. ലൈക്ക് ഇത് കാണുന്ന ആളുകൾക്കും ഓക്കെ, നമ്മളൊരാള് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോ ഹൗ ക്യാൻ വി ഹെൽപ്പ് എന്നുള്ളൊരു സംഭവം കൂടി ആ പറയുന്നതുണ്ടല്ലോ സിനിമയില്. അതെ അതെ, എക്സാക്ട്ലി. ഒരു സോ കോൾ നമ്മൾ ഇത്രയും കാലം സീരിയലിലൊക്കെ അമ്മായിയമ്മയും അവരെന്നൊക്കെ പറഞ്ഞ ഏറ്റവും നെഗറ്റീവും ഭയങ്കര ക്രൂരമായ ആൾക്കാരൊക്കെയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദീസ് തിങ്സ് ഒരു എക്സ്റ്റെൻഡ് ഒരു ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്ര സീരിയൽസ് പോലത്തെ അതിനൊക്കെ മാറി അങ്ങനെയൊന്നല്ല, ഇങ്ങനെയും ഒരു വേർഷൻ ഉണ്ട്, ഇങ്ങനെയും ആവാം എന്ന് വളരെ സിനിമാറ്റിക് ആയിട്ടും അത് കാണിക്കുമ്പോ ഐ ഹോപ്പ് ജസ്റ്റ് ഒരു സ്പാർക്ക് ഉണ്ടാക്കിയേക്കാം, റീതിങ്ക് ചെയ്യാൻ ചില കാര്യങ്ങളിലും. ഒരുപാട് നമുക്കറിയാം അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര നല്ല റിലേഷൻഷിപ്പ്, ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ആൻഡ് അതിന്റെ മുമ്പിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ബട്ട് ഇത് വിഷ്വലി കുറെ കൂടെ ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് അത് എന്നാ പറയേണ്ട കാര്യം നമ്മൾ വളരെ രസമായിട്ട് പറഞ്ഞു പോകുന്ന രീതിയിലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ഭയങ്കര രസകരമായ ഒരു എലിമെന്റിൽ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. വെരി ട്രൂ. ഇനി നമുക്ക് പറയാൻ ഇപ്പൊ ഒരുവിധം ആളുകളും ചിലപ്പോ സിനിമ കണ്ടു എന്നുള്ള പ്രതീക്ഷയാണ്, നമ്മളിപ്പോ സ്പോയിലർ എന്നുള്ള രീതിയിൽ പറയാതെ ആ action scene, like Ganapati, you are doing that kicks, and how was that working with Ganapati? Oh, he's so professional, basically speaking. ആദ്യമായിട്ടാണ് ഞാൻ അവനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഐ നോ ഹിം ഫോർ എ ലോങ് ടൈം. ലൈക്ക് വളരെ കുഞ്ഞു പ്രായം മുതൽ എനിക്കാനും അറിയാം. നമ്മള് വളരെ അടുത്ത സ്പേസിൽ നിൽക്കുന്ന രണ്ടുപേരാണ് നാട്ടില്, കണ്ണൂര്. അപ്പം ഇടക്ക് കാണാറുണ്ട് അവനെ. അങ്ങനെ അറിയാം, വി നോ ഈച്ച് അതർ. Not too deep or something, but we know each other, we are friends. So അവൻ അവിടെ വന്ന് ചെയ്യുന്ന കണ്ടപ്പോ ഐ ജസ്റ്റ് felt that he's so professional. ഒരുപാട് പ്രാവശ്യമൊന്നും അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വൺ ടൈം ആൻഡ് ഹീസ് ഡൺ. ആൻഡ് ഒറ്റ ടേക്കിലൊക്കെയാണ് ആ വീഴുന്ന സീനൊക്കെ എടുത്തിരിക്കുന്നത്. ഒറ്റ ഷോട്ടാണ് അത്, ഒറ്റ ഇതിലാണ്. അത് അത്ര ഈസി അല്ല. ഞാനൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു, കുട്ടിക്ക് അതൊക്കെ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അതിങ്ങനെ പറന്നിട്ട് ജമ്പ് ചെയ്തിട്ടൊക്കെയാണ് ആ സാധനം ചെയ്യുന്നത്. അതുപോലെ ഞാൻ ചവിട്ടുന്ന സീക്വൻസ്, ആ ഹിറ്റ് അവന്റെ നെഞ്ചത്താണ് അടിക്കുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ ചെയ്തു. അപ്പൊ പേടിയായിരുന്നു, ബിക്കോസ് കൊണ്ടാലോ ഇടിച്ചാലോ വീണ പെയിൻ. അവൻ ഈ വാസ് സോ കൂൾ. നമ്മള് താഴെ കയറി ഹഗ് ചെയ്തൊക്കെ ഓക്കെ ഫൈൻ. I mean, it was good, very good. I mean, he's so professional. എനിക്ക് അതാ പറയാൻ അവനെ പറ്റിയിട്ടുള്ള. സോ പ്രൊഫഷണൽ, വളരെ ടു ദ പോയിന്റ് ആണ്. ഒരു കൺഫ്യൂഷൻസ് ഇല്ല. ഇത്ര മീറ്ററിൽ ചെയ്യണം. ആക്ടിങ്ങിന്റെ ക്യാമറ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ എത്ര സ്പേസ് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്ന, എനിക്ക് ഇത്ര ടെക്നിക്കാലിറ്റിയിൽ ഞാൻ എപ്പോഴും വീക്കാണ്. ഞാൻ അത്രയും ടെക്നിക്കലി ചിന്തിക്കുന്ന ആളല്ല. ഞാനിങ്ങനെ വിത്ത് ദ ഫ്ലോ എന്ന് പോകുന്ന ആളാണ്. ബട്ട് ഹീസ് ടു ദ പോയിന്റ്. അത് ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിൽ അവൻ അതേ മീറ്ററിൽ തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നത്. സോ അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഐ വാച്ച്ഡ് ഹിം ഡൂയിങ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. ഇറ്റ് വാസ് വെരി ഗുഡ് വർക്കിംഗ് വിത്ത് ഹിം ആക്ച്വലി. വലിയ ബുദ്ധ തുടങ്ങി
വൃത്താകൃതിയിലുള്ള ചതുരം, അത്തരം പല സിനിമകളിൽ സരിത ചെയ്തിട്ടുണ്ട്. യോബിന്റെ പുസ്തകം പോലെ കുറച്ച് കൊമേഴ്സ്യൽ സൈഡിലേക്കുള്ള അങ്ങനെയും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ഫിലിംസിലേക്ക് കുറെ കാലങ്ങളിൽ അങ്ങനെ എന്താ പറയുക ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്? വൈ യു ഡിഡ്ന്റ് വർക്ക് ഇൻ മോർ കൊമേഴ്സ്യൽ ഫിലിംസ് ഏർലിയർ? ഇറ്റ് വാസ് നോട്ട് എന്താ പറയാ ഒരു ബോധപൂർവ്വം എടുത്ത തീരുമാനമായിരുന്നില്ല ആക്ച്വലി. ഐ തിങ്ക് പെപ്പലിയോ ബുദ്ധ എന്റെ ഫസ്റ്റ് വർക്ക് ആയോണ്ടും ആ ഒരു പ്രത്യേക ജോണറിൽ നിൽക്കുന്ന ഒരു പടവും ആയോണ്ടും അവാർഡും കിട്ടിയോണ്ടും ഐ ബിക്കെയിം എ അവാർഡ് ആക്ട്രസ് ആയിട്ട്. അല്ലെങ്കിൽ അവാർഡ് ഫിലിംസ് മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഫിലിംസ് ഇന്റലക്ച്വലി ഭയങ്കര അങ്ങനത്തെ പടങ്ങൾ മാത്രമേ ചെയ്യൂന്ന് എന്റെ ചുറ്റുള്ള സിനിമാക്കാർ അങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തത്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ യോബിന്റെ പുസ്തകം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആഷിഖ് കപൂറിന്റെ റാണി പത്മിനി ചെയ്തു. കാറ്റ് എന്ന് പറയുന്ന അരുൺ കുമാർ ബന്ധ പടം ചെയ്തു. അങ്ങനെ കുറെ ഞാൻ കമേഴ്ഷ്യലി ചെയ്തെങ്കിലും എനിക്കൊരു ഇതെന്ന് വെച്ചാല് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു 2 സീനാണെങ്കിലും രണ്ട് സീനാണെങ്കിലും എനിക്കതിൽ ആ ക്യാരക്ടർ അവിടെ പ്രോമിനന്റ് ആയിട്ട് ആ സ്പേസ് ഉണ്ടാവണം ആ ക്യാരക്ടറിന്. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് പോവാന്നുള്ളൊരു എങ്ങനെങ്കിലൊക്കെ ഒന്ന് സിനിമയിൽ കയറണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെയല്ല ഞാൻ ആക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ആക്ടിങ്ങിന് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കും. അത് ഒരു ചില സമയത്ത് ഞാൻ ഒരുപാട് വർക്ക് വന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യാതെ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ സിനിമകൾ, വലിയ വലിയ ബാനേഴ്സിന്റെ വലിയ വലിയ സ്റ്റാർസിലെ പടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തില്ല. എനിക്ക് തോന്നി അവിടെ നിന്ന് എനിക്ക് ചിലപ്പോൾ സ്പേസ് ഇല്ല എനിക്ക് വർക്ക് ചെയ്യാൻ. ആ ക്യാരക്ടറിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു മേ ബി ആ സമയത്ത് എടുത്ത റൈറ്റ് തീരുമാനമാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ജസ്റ്റ് തോട്ട് എനിക്കിത് നോ പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഞാൻ പ്രത്യേകിച്ച് ഇത്രയും ബാനേഴ്സില് വലിയ വലിയ ബാനേഴ്സിലെ ഫിലിംസ് ഒക്കെ വരുമ്പോൾ. ബട്ട് എനിക്കൊരു ആക്ടറിന്റെ രീതിയിൽ എനിക്ക് എവിടെങ്കിലും എന്റെ മാർക്ക് ഞാൻ വെച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഐ എം വെരി ഹാപ്പി ദ വേ ഐ ഹാവ് സെലക്ടഡ് ഫിലിംസ്, ഐ ഹാവ് ഡൺ ദ ഫിലിംസ്. എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജോണർ ഓഫ് ഫിലിംസ് ഐ ഹാവ് ഡൺ ഇതെല്ലാം തന്നെ എനിക്കൊരു ബേസ് ആയി. എനിക്കതൊരു ബേസ് ആയിട്ട് എന്റെ ഒരു ആക്ടിങ് കരിയറിൽ എന്റെ ഒരു ബേസിനെ ഞാൻ ഫോം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്ക് ഇനി കുറെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാ പടത്തുനിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇനി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വേറൊരു സ്പേസ് ആണ്. മേ ബി അതൊരു മാസ് ഓഡിയൻസ് സ്പേസ് ആണെന്നുള്ളത് ആ സ്പേസ് മാത്രമേ മാറുന്നുള്ളൂ. ബിക്കോസ് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ IFFK പോലത്തെ വലിയ ഫെസ്റ്റിവൽസ് വിച്ച് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെസ്റ്റിവൽസിൽ അവിടെയും തിയേറ്ററിൽ എന്റെ പടങ്ങൾ ഞാൻ ഹൗസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതൊരു വേറെ ഓഡിയൻസ് ആണ്. അത് വേറൊരു എക്സ്പീരിയൻസ്, അതൊരു വേറെ ഫീലാണ്. അതൊരു ഫീലിംഗ് ഇവിടെ വന്ന് മന്ദാകിനി തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫീലിംഗ് ആണ്. സോ ഐ തിങ്ക് എനിക്ക് ചിലപ്പം എനിക്ക് കുറെ കൂടെ ഓപ്പർച്യൂണിറ്റി ഞാൻ റിയലൈസ് ചെയ്തൊരു വേറെ കാര്യം, ഞാനായിട്ട് എടുത്ത തീരുമാനങ്ങൾ മാത്രമല്ല ചില സമയങ്ങളിൽ എന്താ വരുന്നത് അത് വർക്ക് ചെയ്യാം എന്നും കൂടെ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ കംഫർട്ട് സോണിന്റെ ബ്രേക്ക് ചെയ്തത്. ബിക്കോസ് ഞാൻ കുറെ കാലമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തു എന്ന് എനിക്ക് തോന്നി. അപ്പം അവിടുന്ന് ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണം തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട്. പിന്നെ ഐ ജസ്റ്റ് വാണ്ടഡ് ഇനിയൊരു പടം കമേഴ്ഷ്യലി ചെയ്യുമ്പോൾ കുറെ കൂടെ സ്ട്രോങ്ങർ ആയിട്ട് വരണം. അല്ലാതെ പിന്നെയും ഈ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോഴും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കാനല്ല എന്റെ ആഗ്രഹം. ഇന്ന ആക്ടറാണ് എന്ന് അവർക്ക് കൊടുത്താൽ ഇത് ഓക്കെ ആയിരിക്കും എന്നും കൂടെ പറയിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ആ ലെവലിലേക്ക് മാറണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒരു മാസ് ഓഡിയൻസിന്റെ ഇടയിൽ വന്ന് നിന്നാൽ മാത്രമേ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലെവലിൽ നിന്നാൽ മാത്രമേ ആസ് എൻ ആക്ടർ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. കുറെ കൂടെ വൈഡർ സ്പേസിലേക്ക് ഞാൻ എത്തിയാല് എനിക്ക് അങ്ങനെ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല ഇനി അങ്ങോട്ടെങ്കിലും എന്നുള്ളൊരു ആ ഒരു ഡിസിഷൻ എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുത്ത് നോക്കി ഹാവ് ടു ഡു ദിസ്. ബിക്കോസ് ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഈ പടം ചെയ്യുന്ന സമയത്ത്. എന്റെ ഏജ് ഗ്രൂപ്പും അതുമായിട്ട് ഇനിയിപ്പോ സ്റ്റീരിയോ ടൈപ്പ് ആവാൻ എല്ലാ പോസിബിലിറ്റീസും ഞാൻ പടത്തിൽ കാണുന്നുണ്ട്. സോ അതൊരു ഭയങ്കര റിസ്കി ഫാക്ടറും കൂടെ ആയിരുന്നു എന്നെ സംബന്ധിച്ചത്. ബട്ട് സ്റ്റിൽ ഐ ടുക്ക് ദാറ്റ് ഡിസിഷൻ ദാറ്റ് ഞാനിനി ഇങ്ങനെ സേഫ് ആയിട്ട് ഇരുന്നാ പോരാ, ലെറ്റ് മീ എക്സ്പ്ലോർ ഇറ്റ് ആൻഡ് ലെറ്റ് മീ ബ്രേക്ക് തിങ്സ് എന്ന് സെൽഫായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ്. സോ മേ ബി ഐ ഹോപ്പ് ഇനി കുറച്ചുകൂടെ ആൾക്കാർ എനിക്ക് കുറെ കൂടെ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ഈ ഒരു ഡിസിഷൻ ആദ്യത്തെ ഫിലിമിൽ വർക്ക് ചെയ്യണ മോറലെസ് അതേ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ലൈക്ക് യു ഹാഡ് ടു ഒരു കസ് വേർഡ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സം ഓഫ് ദ
സീൻസ് വേർ യു ഹാഡ് ടു ഈവൻ ദോ എക്സ്ട്രാസ് ഉണ്ടായിട്ടുണ്ടാവും ലൈക്ക് അത്തരം സീൻസിലേക്ക്. പക്ഷെ സ്റ്റിൽ പെർഫോമർ എങ്ങനെയാണ് കാഴ്ചക്കാരൻ കാണുന്നത് താങ്കളെ അതെ. ആയിട്ടാണല്ലോ. അപ്പൊ ആ ഒരു ഡിസിഷൻ എടുക്കാനും ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നി. ആ സമയത്ത് അങ്ങനെ അതൊരു വേണോ അങ്ങനെ തോന്നിയോ? ഇല്ല, ബിക്കോസ് ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിട്ടില്ല. എന്താ വെച്ചാല് ചില സീൻസ് ഞാൻ അവരോട് വളരെ ക്ലിയർ ആയിരുന്നു. ചില സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്റെ ഡയറക്ഷൻ ടീമായിട്ട് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് മൈ ബോഡി. ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ദാറ്റ്. ഇന്ന സീൻസ് ചെയ്യുമ്പോൾ സോ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. IFFK പോലത്തെ ഒരു ഫെസ്റ്റിവലിലൊക്കെ പോയിട്ട് 2005 മുതൽ ഞാൻ സിനിമകൾ കണ്ടു തുടങ്ങിയത്. ആ ഒരു ഇതിലേക്ക് വളരെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് നമ്മൾ ഒരിക്കലും കാണാത്ത, എനിക്കൊന്നും അറിയാത്തൊരു ലോകമായിരുന്നു അത്. ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ സെക്ഷലി അല്ലെങ്കിൽ ബോഡീനെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പല വർക്കുകൾ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് സ്ക്രീനിൽ ഇത്രയും ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഞെട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ഓൾവേസ് വണ്ടർഡ് ഹൗ ഡു ദേ ഡു ഇറ്റ്. ഐ മീൻ ദിസ് ഇസ് നോട്ട് ഈസി. ഹൗ ഡു ഇത് ഇങ്ങനെ ഭയങ്കര മൈൻഡിൽ എപ്പോഴും ദേ ഹാവ് ദ. അവിടെ ചിലപ്പം പുറത്തത്തെ ഒരു രാജ്യത്ത് അങ്ങനെ ഒരു കൾച്ചർ അങ്ങനെ അതൊരു വിഷയം ആയിരിക്കില്ല ചിലപ്പോൾ. പക്ഷെ ആസ് ഫാർ ആസ് ഇന്ത്യസ് കൺസേൺ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഈ ഒരു സീൻ ചിലപ്പോൾ അത് മാത്രമായിരിക്കും വൈറലായിക്കൊണ്ടിരിക്കുക ഇനി ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്താൽ. സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ബട്ട് ആ പോയിന്റിൽ, ഞാൻ ആ ചൂസ് ചെയ്ത പോയിന്റിൽ ഐ വാസ് നോട്ട് ടു അവെയർ ഓഫ് ഓൾ ദീസ് ഗൈസ്. ഐ വാസ് ടു ജെന്യൂൻ. എനിക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. എന്റെ പാർട്ട്ണറാണ് വായിച്ച സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് അന്ന് ഓക്കെയാണ്, നോ പ്രോബ്ലം, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതാക്കിയത്. സോ അന്നത്ര അവെയർ ആയിരുന്നില്ല. ബട്ട് ഐ വാസ് ഹാപ്പി ഡൂയിങ് എവറിത്തിങ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചെയ്ത വർക്കുകളൊക്കെ തന്നെയാണ്. ആൻഡ് ഐ ഡോണ്ട് റിഗ്രറ്റ് എനി മൊമെന്റ് ഓഫ് ദിസ് ആൻഡ് ടിൽ ദിസ് മൊമെന്റ്. ആൻഡ് ഐ എം വെരി ഹാപ്പി വാട്ട് ഐ ചോസൺ. അന്നത്തെ ചോയ്സസ് ഒക്കെ എന്റെ 100% ഞാൻ ഹാപ്പി ആയിട്ടുള്ള ചോയ്സസ് തന്നെയാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ അവാർഡ് വിന്നിംഗ് പെർഫോമൻസ്. ഞാൻ ആ ഒരു അർത്ഥത്തിൽ അതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ, പക്ഷെ ഞാനത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ലൈക്ക് ഫസ്റ്റ് ടൈം യുവർ ആക്ടിങ് ഷുഡ് ഐ ഡു ഇറ്റ്, അങ്ങനത്തെ ഒരു ഇത് വരാമല്ലോ. അതുകൊണ്ട് ചോദിച്ചാ എന്തൊക്കെയാ പുതിയത് വരാനുള്ളത്? അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പറയാനില്ല. ബട്ട് ഒരു പടം, 2 പടം ചെയ്തു ഇപ്പൊ ഓൾറെഡി. ഒന്ന് ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ അർജുൻ അശോകിന്റെ ഒരു പടമാണ് ചെയ്തത്. അതിലൊരു കംപ്ലീറ്റ്ലി ഒരു ഞാൻ ആക്ച്വലി ഈ പടം കഴിഞ്ഞ് പെട്ടെന്ന് എടുത്തിട്ട് ചാടി ഇങ്ങോട്ടേക്ക് എടുത്തൊരു ഡിസിഷൻ ആയത്. ബിക്കോസ് ഇതിലൊരു അമ്മ ക്യാരക്ടർ ചെയ്തപ്പം ഇന്നത്തെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു ലുക്ക് ചേഞ്ചിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഗുണം ചെയ്ത് കൂടെ ഞാൻ വിചാരിച്ചിട്ട് ആ ഡിസിഷൻ എടുത്തിട്ടാണ് ആ പടം ചെയ്തത്. ആനന്ദ് ശ്രീബാലയും. പിന്നെ വേറൊരു പടം റീസെന്റ് ഞാൻ ഷൂട്ട് ചെയ്തു. ഒരു 3D ഫിലിം ആണ്. ഐ ഡോണ്ട് നോ ഐ ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ് ഓർ മോർ, അതൊന്നും എനിക്ക് അറിയില്ല. സോ ഈ 2 ഇപ്പം. പിന്നെ കുറെ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓൾറെഡി നമ്മൾ സംസാരിച്ചു വെച്ച 1-2 പ്രൊജക്ട്സ് ഇങ്ങനെ ഉണ്ട്. ഐ ഹോപ്പ് സോ. അത് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ് അതൊക്കെ നിൽക്കുന്നത്. ഐ ഹോപ്പ് അത് പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു. തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് ആവും. സോ മേ ബി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ആൻഡ് ദെൻ കണ്ടിന്യൂ. തിയേറ്റർ, ആസ് ഐ ഓൾവേസ് സെഡ്, എനിക്ക് എല്ലാത്തിനെക്കാട്ടിയും ഏറ്റവും ഇഷ്ടമുള്ള ഒരു മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ തിയേറ്റർ തന്നെയാണ്. തിയേറ്റർ ആണ്. അത് തരുന്ന ഒരു സന്തോഷം, അത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു മീഡിയത്തിൽ നിന്നും നമുക്ക് ആസ് എൻ ആക്ടർ കിട്ടുന്നില്ലെന്ന്. ബിക്കോസ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് എങ്ങനെ വേണം നമ്മളെ മോൾഡ് ചെയ്തെടുക്കാം, നമുക്ക് എങ്ങനെ വേണം നമ്മളെ എന്താ പറയാ, നമുക്ക് എങ്ങനെ വേണം നമ്മളെ ഡിസൈൻ ചെയ്യാം ഈ പറയുന്ന ആക്ടറിനെ. എന്നെ ഒരുപാട് തിയേറ്ററിന്റെ എക്സ്പീരിയൻസും സൗണ്ടിന്റെയും ബോഡി എങ്ങനെ നിൽക്കണം, ഒരു സ്പേസിൽ എങ്ങനെ നിൽക്കണം, ഒന്നും ഡയലോഗ് ഇല്ലാത്ത സമയത്ത് എങ്ങനെ നിൽക്കണം. ബിക്കോസ് അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൈലന്റ് ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ഫീൽ ചെയ്ത്. ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇച്ചിരി മെമ്മറിയും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയലോഗ് പറഞ്ഞ എങ്ങനെയെങ്കിലൊക്കെ അത് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. സൈലന്റ് ആയി നിന്ന് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ത്രൂ മൈ ഐസോ ത്രൂ മൈ ഒരു ചെറിയ മൊമെന്റ്സിലേക്കും. അപ്പൊ അത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. തിയേറ്ററിലാണ് അത്യധികം അത് ഭയങ്കര ഡിഫിക്കൽട്ട്. സിനിമേനെക്കാട്ടി തിയേറ്റർ ആണ് എനിക്ക് തോന്നിയിട്ടില്ല ആക്ടിങ് പ്രോസസ്സിൽ പോലും. സിനിമേനെക്കാട്ടി ഒരുപാട് ഡിഫിക്കൽട്ടാണ് തിയേറ്റർ. സോ ഐ ഓൾവേസ് ലവ് തിയേറ്റർ ആൻഡ് ഐ വുഡ് ലവ് ടു. ഞാൻ ഈ മന്ദാകിനി ചെയ്യുന്ന സമയത്ത് എന്റെ ഡയറക്ടർ വന്ന് കാണുന്നത് എന്റെ ഒരു ഫ്രണ്ടിന്റെ സ്പേസിലാണ്. ആക്ച്വലി വി വർ ഡിസ്കസിങ് അബൌട്ട് ഡൂയിങ് എ ന്യൂ പ്രൊഡക്ഷൻ. ആ സമയത്ത്
ഇനി വർക്ക് വി വർ ലൈക്ക് ഓൾമോസ്റ്റ് വി വർ കൈൻഡ് ഓഫ് അത് പ്രൊഡക്ഷൻ ഓൺ ആവുന്ന ഒരു സമയത്താണ് ഈ പടം വരുന്നതും അത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നതും ഇതിലേക്ക് കയറുന്നതൊക്കെ ആയിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ സിനിമയുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആളല്ല. ഒരു സിനിമ കഴിഞ്ഞ ഒരുപാട് ഗ്യാപ്പിന് ശേഷം ആയിരിക്കും അടുത്ത വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വർക്ക് തിയേറ്റർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ബിക്കോസ് ആൾക്കാർ എപ്പോഴും ആക്ടേഴ്സ് എപ്പോഴും പറയും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പല ആക്ടേഴ്സ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒന്ന് ഞാൻ കഷ്ടപ്പെടേണ്ട എന്റെ ആക്ടിങ്ങിലാണ്. എന്റെ ആക്ടിങ് നന്നാക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ടത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കഷ്ടപ്പെടേണ്ട എന്റെ ആക്ടിങ്ങിന്റെ പ്രോസസ്സിലേക്കൂടെ പോവാന്നുള്ളതാണ്. സോ അത് എനിക്ക് എപ്പോഴും ചിലപ്പോൾ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടായിരിക്കും എന്റെ ഒരു ആക്ടിങ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതായിരിക്കും ചിലപ്പോൾ നല്ല രസകരമായ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിയേറ്റർ ആണ് എനിക്ക് ആ ഒരു ഫിൽട്ടർ ചെയ്ത് ഞാനൊന്ന് കുറച്ചും കൂടെ ബെറ്റർ ആവുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞ തിയേറ്റർ തന്നെയാണ്. സോ I have always loved theatre and I would love to do till my last theatre. എനിക്കൊരു വലിയൊരു തിയേറ്റർ സ്പേസ് ഉണ്ടാക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. വലിയൊരു തിയേറ്റർ സ്പേസ് ഉണ്ടാക്കി അവിടെ ആൾക്കാർക്ക് റിഹേഴ്സൽ ചെയ്യാൻ കേരളത്തിൽ അത് ഇല്ല. വളരെ കുറച്ചാണ് തിയേറ്ററിന്റെ സ്പേസ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സ്ഥലം എടുത്ത് അവിടെ ഒരു തിയേറ്റർ സ്പേസ് ഉണ്ടാക്കി അവിടെ റിഹേഴ്സൽ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക എന്ന് പറയുന്ന അതെന്റെ വലിയ ഡ്രീമാണ്. I just wanted to make it happen. Maybe പിന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. സിനിമയിൽ നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു തിയേറ്ററിനെ കാട്ടി കൂടുതൽ സിനിമയിലാണ്. അപ്പൊ പൈസ കിട്ടിയാൽ ഞാൻ ആക്ച്വലി എന്റെ പൈസ കിട്ടുമ്പോൾ എല്ലാം തിയേറ്ററിൽ ഓരോ പ്രൊഡക്ഷൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എപ്പോഴും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് സിനിമ ഈസ് നീഡഡ് ഫോർ മീ ആസ് ഓഫ് കോഴ്സ് ഐ എൻജോയ് ഇറ്റ് ഓൾസോ ആസ് എൻ ആക്ടർ. ഞാൻ എൻജോയ് ചെയ്തു. വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദി ന്യൂ വെഞ്ചേഴ്സ്. താങ്ക് യു സോ മച്ച്.